വായ തുറന്നാൽ വിഷം മാത്രം ചീറ്റണ വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിക്കാൻ നമ്മുടെ രാജ്യം പ്രതിവർഷം 1.5 കോടിയിലേറെ രൂപ ചിലവാക്കുന്നുണ്ട്. ഇമാതിരി വിഷം തുപ്പണ ഒരു വർഗീയ സ്പർദ്ധ ഉണ്ടാക്കുന്ന ഒരു മനുഷ്യൻ ഈ കേരളക്കരയിൽ ഇപ്പോൾ വേറെ ജീവിച്ചിരിപ്പില്ല. ഇയാൾക്ക് ഭരണകൂടങ്ങളുടെ സപ്പോർട്ടും തണലും നല്ലോണം ഉണ്ട്. പിന്നെ ഇയാൾ വേറൊരു പണി ചെയ്തിട്ടുണ്ട്. ഇയാളുടെ മോനെ മറ്റേ ഇതിൽ BJPൻ്റെ സഹായാത്രികനായിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കിയിട്ട് JDS എന്തോ പേരും പറഞ്ഞ് അങ്ങോട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ സേഫാണ്. ED അങ്ങനത്തെ സംഭവങ്ങൾ വരില്ല. ഈ ഇവിടുത്തെ പിണറായി വിജയനായിട്ടും നല്ല ചങ്ങാത്തോണം. അതിനാണ് ഈ മുസ്ലിങ്ങളെ കുറേ തെറി പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് എന്താ ഈ മൈക്രോ ഫിനാൻസ് പോലത്തെ കേസുകളൊക്കെ അടിയിൽ പോകും. ഇയാളെ പറ്റി ഫേസ്ബുക്കിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഗുണ്ടകൾ തെറി പറയാൻ തുടങ്ങി. വെള്ളാപ്പള്ളി നടേശനാണ് ആ ഗുണ്ടകൾക്ക് പഞ്ഞം. വേറൊരു കാര്യം ഞാൻ പറയാം, എത്ര ഗുണ്ടായസം എടുത്താലും ഈ മുസ്ലിങ്ങളാണല്ലോ ഇയാൾ ഈ തെറി മുഴുവൻ പറഞ്ഞത്. ഇയാളുടെ മോന് ഗൾഫിൽ ഒരു കേസിൽ പെട്ടിട്ട് 2 കോടി രൂപ അവിടെ കെട്ടി വെക്കാണ്ട് അവിടെ നിന്ന് പാസ്പോർട്ട് കിട്ടൂല എന്ന് പറഞ്ഞപ്പോൾ യൂസഫ് അലീൻ്റെ കൈയും കാലും പിടിച്ചിട്ടാണ് ആ 2 കോടി അവിടെ സെറ്റിലാക്കി മോനെ ഇങ്ങോട്ട് പോകുന്നത്. എന്നിട്ട് പറയും മുസ്ലിങ്ങൾ ആകെ ഭയങ്കര കലാപകാരികളാണ്, തീവ്രവാദികളാണ്. അവസരത്തിനൊത്ത് സ്വഭാവം മാറുന്നൊരു മനുഷ്യനാണിത്. ഈ ആളുടെ സംരക്ഷണത്തിന് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, അതായത് CISF, അതിൻ്റെ 13 ജവാന്മാരെ ഇയാൾക്ക് അലോട്ട് ചെയ്തിട്ടുണ്ട്. ഇയാൾ ഉണ്ടാക്കിയ കാരണം എന്താണ്? കോയമ്പത്തൂർ ഏതൊരു ഭീകരണ സംഘടന കോയമ്പത്തൂരുള്ളത് ഇയാൾക്ക് വധഭീഷണി സന്ദേശം അയച്ചെന്ന്. അതിപ്പോൾ എന്ത് ക്രിയേറ്റ് ചെയ്യാനും പറ്റും, സത്യമാണോ അല്ലെന്ന് അറിയില്ല. അപ്പോൾ ഇയാളുടെ ഹോൾഡ് വെച്ചിട്ട് ഇയാൾക്ക് Y കാറ്റഗറി സെക്യൂരിറ്റി അലോട്ട് ചെയ്ത് 1.5 കോടിയിലേറെ ചിലവാണ്. പിന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പ്രൊട്ടക്ഷൻ വേറെ. ഇതിന് മാത്രമൊക്കെ സംരക്ഷണം കൊടുത്തിട്ടാണ് ഈ വർഗീയ വിഷം തുപ്പണ ഒരു മനുഷ്യനെ നമ്മൾ തീറ്റി പോറ്റണത്. അതായത് നമ്മുടെ സുകുമാർ അഴീക്കോട് പറഞ്ഞത് എന്താണെന്നറിയോ? ചന്ദന മരത്തിലെ വിഷപ്പാമ്പാണ് ഇതെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്ത് ഇപ്പോൾ കയറിയിരിക്കണം ഇമാതിരി ആൾക്കാരാണല്ലോ. എന്നിട്ടും അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും എന്തിന് പറയണത്? എന്നെ തെറി പറയാം വീഡിയോൻ്റെ അടിയിൽ വന്ന്. ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു പത്രപ്രവർത്തകൻ ചെന്നിട്ട് ഇയാളോട് എന്തോ ചോദ്യങ്ങൾ ചോദിച്ച്, അപ്പോൾ അവൻ്റെ പേര് മുസ്ലിം പേരായതുകൊണ്ടും അവൻ തീവ്രവാദിയാണെന്ന് അയാൾ പറഞ്ഞത്. അതേ മുസ്ലിം നാമധാരികളൊക്കെ തീവ്രവാദികൾ. ഈ മനുഷ്യനാണ് തീറ്റി പോയിട്ടണത്. 1.5 കോടി ചെലവിൽ എൻ്റെ നിങ്ങളുടെ നികുതി പണം ഇതിന് ചിലവാക്കുന്നുണ്ട്. ഇതൊന്നും എല്ലാവർക്കും അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. കാണുന്നവർ കണ്ട അഭിപ്രായം പറയും. കാരണം നടേശ ഗുണ്ടകൾ ഇത് കണ്ട അപ്പം തന്നെ റിപ്പോർട്ട് പ്രശ്നമാക്കും. എനിക്കറിയാത്.